ഇവിടെ ഒരു ചെറുതേനിൻ്റെ കൂട് ഞങ്ങൾ ഷൂ റാക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊരു 2-3 months ആയി. അപ്പോൾ അതിനെ പതുക്കാൻ പോവാണ്, അതായത് സെപ്പറേറ്റ് ചെയ്ത് 2 കൂടുകളിലേക്ക് അവിടുന്ന് മാറ്റാനുള്ള പ്ലാൻ. അത് ഞാൻ കൂടെ എവിടെ കാണിച്ചു തരാം. വീഡിയോ എടുക്കുമ്പോൾ മിണ്ടരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? പക്ഷേ പുട്ട് റെഡി ആവട്ടെ. ലെറ്റ്സ് പുട്ട് ടുഡേ. നോർമൽ പുട്ട്, നോട്ട് നൂൽ പുട്ട്. ഇതാണ് ഷൂറാക്ക്. ഇവിടെ ഇപ്പം നിറയെ ചെടികളും പൂക്കളും ഹരിതാഭയും പച്ചപ്പൊക്കെ ആയതുകൊണ്ട് ഇവിടെയാണ് ഇതിൻ്റെ തേനീച്ചയാണ് അതിൻ്റെ. ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദാറ്റ്? ഒന്ന് തുറക്കോ? ഇവിടെ തുറക്കാൻ പറ്റുന്നില്ല, കാരണം ഈ തേനീച്ച ഇങ്ങനെ കൂടി ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഇത് കണ്ടോ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഇത് ഷൂ വെക്കുന്ന റാക്കാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനിവിടെ കണ്ടുപിടിച്ച സമയത്ത് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ, എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് മാറ്റാലോ എന്ന് വിചാരിച്ച് വെച്ചു കൊടുത്തതാണ്. കാരണം തേനീച്ച എൻ്റെ കയ്യിലൊക്കെ വന്നിരുന്നു. ഈ തേനീച്ചനെ ഈ പാത്രത്തിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് കൂടുകളിലേക്ക് ആക്കാനുള്ള പ്ലാനാണ്. കണ്ടോ തേനീച്ച ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഈ തേനീച്ചക്ക് ഷൂ റാക്ക് എന്നുള്ളത് മാറ്റിയിട്ട് തേനീച്ച റാക്ക് എന്നാക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിലൂടെയാണ് അവർ പുറത്ത് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. Don't disturb my video. Step number 1. ഇപ്പോഴാണ് ഒക്കെ പതുക്കാൻ കുഴപ്പമില്ലാത്ത സമയമാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ തേനീച്ചനെ, ഇത് വലിയ തേനീച്ചൻ്റെ കാര്യമില്ല, ചെറിയ തേനീച്ചൻ്റെ കാര്യം പറയുന്നത്. ചെറിയ തേനീച്ച കുറച്ചും കൂടി സേഫാണ്. കാരണം കുത്തും കുറവായിരിക്കും, കുത്തും തോന്നുന്നു, പക്ഷെ അങ്ങനെ ഭീകരമായിട്ട് കുത്തി നമ്മളെ കൊലപ്പെടുത്തൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ കടയിൽ പോയപ്പം ഒരു ബേക്കറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ഈ ബോക്സ് എടുക്കാൻ കാരണം. നിങ്ങൾ അവിടെ കണ്ടില്ലേ, ഞാനവിടെ സാധനം വെച്ചിരിക്കുന്ന ഒരു റെഡ് ലേബലിൻ്റെ ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ വായയും ഈ ഇതിൻ്റെ വായയും ഏകദേശം സെയിം സൈസാണ്. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തേനീച്ചനെ പകുക്കാൻ 2-3 ഘട്ടങ്ങളുണ്ട്. ആദ്യം ആ തേനീച്ച പാത്രത്തിലുള്ള തേനീച്ചകളെ മൊത്തം സേഫായിട്ട് ജീവനോടെ ഒരു പാത്രത്തിലേക്ക് കയറ്റണം. അതിനുള്ളതാണ് ഈ പാത്രം. ഇതിന് നിറയെ ഹോൾസ് ഇടണം, കാരണം ശ്വാസം മുട്ടാതിരിക്കാൻ. എന്നിട്ട് ഇതിലാക്കിയിട്ട് അടച്ചു വെക്കും. അടച്ചു വെച്ച ശേഷം ആ ഇത് മെല്ലെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് അതിലുള്ള തേനീച്ചയുടെ അറകളുണ്ടാവും, തേൻ ശേഖരിച്ച് വെച്ച അറകൾ, മുട്ട ഉണ്ടാവും, പൂമ്പൊടി ഉണ്ടാവും. അപ്പം അതിനെ ഷിഫ്റ്റ് ചെയ്ത് ഹാഫാക്കി ഷിഫ്റ്റ് ചെയ്തിട്ട് 2 പാത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പാത്രത്തിലല്ല ആക്കുന്നത്, മുളയിലാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മുള ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുളയൊക്കെ കട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചാൽ. ക്യാൻ യു ഗെറ്റ് മീ ദാറ്റ് മുള? അപ്പോൾ അതിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതാണ് മുള. കീപ് ഇറ്റ് ബാക്ക് മണ്ടന. പിന്നെ അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മുന്നേ ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു കറണ്ടിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. കറണ്ടിൻ്റെ ബോക്സ് ഒരു ബോക്സ് ഉണ്ടായിരുന്നു. മീറ്റർ ബോക്സിലൊക്കെ സാധാരണ ഇത് ഉണ്ടാക്കുക. അപ്പം ഉണ്ടാവുക ഈ തേനീച്ച. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ തേനീച്ച ഉണ്ടായിരുന്നു. ബാമ്പു. ഓ അവസ്ഥ. അപ്പോൾ പിന്നെ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഞായറാഴ്ചയായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്നാലും പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട്. നോക്കട്ടെ, നന്നായി കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യും, നന്നായിട്ടില്ലെങ്കിലും പോസ്റ്റ് ചെയ്യും. സോ ഈ ബോട്ടിലിൽ എങ്ങനെയാണ് ഹോൾ ഇടുന്നതെന്ന് കാണിക്കാം. ഈ ബോട്ടിലിൽ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനം, ഈ ഉളി പോലത്തെ ഒരു സാധനം ഉണ്ടാവില്ലേ, ഉളി എല്ലാവരും ഇവിടെ ഉണ്ട് ഒരു സാധനം, ഞാൻ കാണിക്കാതെ. അത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കുടുകുടുകുടുന്ന് ഓട്ടർ ഇട്ടാൽ മതി. അപ്പം തേനീച്ച പുറത്ത് പോവാത്ത രീതിയിലുള്ള, എന്നാൽ ഓക്സിജൻ ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലുമായിട്ടുള്ള ഹോളായിരിക്കണം. അല്ലാതെ ഭീകരമായ ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു മുട്ടുസൂചി കൊണ്ട് കിട്ടാൻ മതി തോന്നുന്നു. Amy, can you hold this camera?
No, you don't do that. I will do it myself. See, ഇങ്ങനത്തെ ഹോൾസ് കാണുന്നുണ്ടോ? ഹോൾസ് ചെറിയ ഹോൾസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ പറന്നു പോകാൻ അറിയില്ല. Can you see this? This is Emmy, my assistant, in shifting. തീട്ടക്കണ്ടി. അപ്പൊ തേനീച്ചകളെ don't do that at your week. This is my cat. എന്റെ കാട്ടുണ്ണി പള്ളി തേച്ചോ. തേനീച്ചന്റെ കൂട് പൊളിച്ചപ്പോ തേനീച്ചെല്ലാം കൂടെ ചെവിയിലേക്കും മുടിയിലേക്കൊക്കെ വന്നു. അപ്പൊ അതിന് നമ്മുടെ സൈഡിലൊരു സാധനമുണ്ട്. തേനീച്ചക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തേന ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോ എടുക്കണ്ടോ? വീഡിയോ എടുക്കുന്നില്ല. അതിന്റെ ഉള്ളിൽ നിറയെ പൂമ്പൊടിന്റെ ഇതുമാണ് ആ ഉള്ളു കാണുന്നത്. 2 ലിറ്റർ തേനുണ്ടല്ലോ. നോക്കട്ടെ അതിന്റെ ഉള്ളിൽ കാണിച്ചേ. ഓ ഉണ്ട് ഇനിയും ഉണ്ട് എടുക്കാൻ. കുട്ടികൾ അതെന്തായാലും എടുക്കുമ്പോ പോവും. തേനൊന്നും ഇപ്പൊ അതിന് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പൂമ്പൊടി മുട്ട മാത്രം വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ കൂട് ഓൾറെഡി ഇവിടെ ഇളക്കി അത് അതിന്റെ പുറത്ത് എടുത്തിട്ടുണ്ട്. തേനീച്ചകളൊക്കെ കൂടിന്റെ കാണുന്നുണ്ടോ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഇവര് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ കൂട് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ രാവിലെയാണ് കൂടിനെ ഇങ്ങനത്തെ ഷിഫ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ രാവിലെ ആവുമ്പം എല്ലാവരും തേനെടുക്കാൻ വേണ്ടി കൂട്ടുന്ന മിക്ക തേനീച്ചകളും പുറത്തു പോയ സമയമായിരിക്കും. അപ്പൊ പകുതി തേനീച്ചകളെ മാത്രം നമ്മൾ ഡിസ്റ്റർബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അവരാരും പേടിക്കില്ല. അവര് തിരിച്ചു വരുമ്പോഴേക്കും അവര് പുതിയ കൂടിലേക്ക് കയറും. കാരണം ഇവര് മണത്തിട്ടാണല്ലോ വരുന്നത്, ഹോർമോൺ സെൻസേഷൻ വഴിയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കൂടിനെ ഇളക്കി തേനീച്ചകളെ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോയിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാന്നാ പറഞ്ഞത്. പക്ഷെ നമ്മൾ 100 മീറ്റർ അല്ല, കുറച്ചങ്ങോട്ട് മാറി ഒരു 10-20 മീറ്റർ മാറിയിട്ടാണ് ഇതിനെ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്. സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. തേനീച്ച നന്നായി കുത്തുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആദ്യം ചെയ്യുന്നതിനൊക്കെ മാറ്റി ഭയങ്കര നേരത്തെ കാണുന്നുണ്ടാകല്ലേ. ലൈറ്റ് കണ്ടോ ഉള്ളില് നല്ല വെളിച്ചത്തിൽ കൊണ്ടുപോയാ നല്ലതിൽ കാണേണ്ടതാണല്ലോ. കണ്ടോ തേനിന്റെ അറയാണത്. കണ്ടോ 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 കണ്ടാ ഫുള്ള് തേനാണ്. അടിയിലും ഉണ്ടായിരുന്നു, മേലെ ഉണ്ടായിരുന്നു. ഇതിന്റെ നടുവിലാണ് മുട്ടയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മളിനി കുറച്ച് കഴിഞ്ഞ് തേന ഇന്ന് എടുക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്മൾ മാറ്റിയ പൂമ്പൊടി കണ്ടോ ഇങ്ങനെ 2 എണ്ണത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ തേനീച്ചന്റെ പുതിയ കൂട് കേട്ടോ. മുളയാണ് ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇഷ്ടംപോലെ മുളയുള്ളതുകൊണ്ട് നല്ല കട്ട് ചെയ്തുണ്ടാക്കിയാണിത്. ഇപ്പം 2ലേക്കും പകുതി ഷിഫ്റ്റ് ചെയ്തു. പകുതി തേനീച്ച ഇതിലും പകുതി തേനീച്ചയും പൂമ്പൊടിയും ഇതും. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതും വെച്ച് ഒട്ടിച്ചിട്ട്
രണ്ടും ഒരു 150 മീറ്റർ ദൂരത്തിൽ വെച്ചു കൊടുക്കാനാണ് നമ്മളെ പ്ലാന്. അപ്പോൾ 2 കൂടുകളാവും. കണ്ടോ? തേനീച്ച കുത്തി പരിക്കേൽപ്പിക്കുന്ന കുത്തൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ജലാംശം നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ കട്ടിയുള്ള തേനൊന്നുമല്ല, പക്ഷെ അടിപൊളി ടേസ്റ്റ്. ചെറുതേൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. നമ്മളെ ഓടെടുത്ത സ്ഥലത്തെ തേനിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. ഇത് മെഴുകി വെച്ചങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ? You go to the other side. Okay, do. കുറച്ച് ദൂരേക്ക് പോ. എന്താ നീ അടുത്തേക്ക് വന്നിരിക്കണേ? ഫുള്ള് തേനാണ് കേട്ടോ. ഇതൊക്കെ തേനീച്ച ഉണ്ടല്ലോ ഇഷ്ടം പോലെ. Not this. This is a tanager. If you know English, this is a bee, which was in our shoe thingy. And there's more right here. See that? That's 1. That's 100s. That's all else. It's on it, tanager. This is the bee. It is on my hand. Not clickbaiting. And there's one, and there's a lot of honey than. Honey than? Yeah, I'm telling the same thing. What is honey than? Than. Honey. Can You take a proper video. Why are you doing this? get this honeybee? The dangerous one only of insect. Nothing else might be dangerous. But only the giant hornet is Finnish giant hornet is still a bee. So that is still dangerous. And the manto shrimp punches 60 million shrimp. ഗുഡ് മോർണിംഗ്. അന്ന് തേനീച്ചനെ ഷിഫ്റ്റ് ചെയ്തില്ലേ, ഞാൻ കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് ശ്രദ്ധിച്ചത്. തേനീച്ച 2 കൂട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. 2 റാക്ക് ഷൂവിൻ്റെ റാക്ക് അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അത് അതിൻ്റെ നല്ല പോയി, ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്, അവരുടെ പഴയ വാസസ്ഥലമായിരുന്നല്ലോ. ഇതാണ് പുതിയ സാധനം, മുള പൊളിച്ച് നമ്മളുണ്ടാക്കിയ ആ സാധനം. ഇതിൻ്റെ ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു വഴി ഇട്ട് കൊടുത്തിരുന്നു, പക്ഷെ അവറ്റ അത് അടച്ചു. എന്നിട്ട് അവർ ഇവിടെ നമ്മൾ അടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടെയാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ അവർ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് കണ്ടോ, ഇവിടെ ഒരു യു ഷേപ്പിൽ. അവിടെ ഇങ്ങനെ അവർക്ക് വേണ്ട സ്ഥലം മാത്രം ഒഴിച്ചിട്ടിട്ട്. Can you see them? സൂപ്പർ അല്ലേ? ഞാൻ കാണിക്കാം. കണ്ടോ, ഇവിടെയാണ് ഒന്ന് തൂക്കിയിട്ടിരിക്കുന്നത്. അവിടെ പുറത്ത് കണ്ടില്ല, ഒരു ഔട്ട് ഹൗസ്. ഇവിടെ റബ്ബറൊക്കെ വെട്ടിയിരുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വീടാണ്. അതിൻ്റെ വരാന്തയിലൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. അതിലുണ്ട്. അത് ആക്ച്വലി അതിൽ വരൂലേന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം അത് ദൂരെയാണല്ലോ. കണ്ടോ തേനീച്ചനെ? ഹായ് തേനീച്ച, സേ ഹായ്, സേ ഹായ്. എന്തിനാ നീ ചിരിക്കുന്നേ? വൈ യു ലാഫിങ്? Don't touch it, okay? Don't touch it too much. ഈ ഫ്ലവേഴ്സിനൊക്കെ വേണം മറ്റേകൾ തേൻ വന്ന് കുടിക്കാൻ. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കുടിച്ചോളൂ മക്കളെ, എന്നിട്ട് നിറയെ തേൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരൂ കേട്ടോ.